ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തന്നേക്കാളും ഇരട്ടി വലുപ്പത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന നൃസിംഹമൂർത്തിയെ കണ്ടിട്ടും ചകിതനാകാതെ ഹിരണ്യകശിപു ഒരു ഗദയെടുത്ത് ഭഗവാനെ അടിച്ചു എന്ന് പറയുകയാണ്. 25-ാമത്തെ ശ്ലോകം. ന തദ് വിചിത്രം ഖലു സത്വധാമനി സ്വതേജസാ യഹനു പുരാ അപിബദ് തമഹ തതഃ അഭിപദ്യ അഭ്യഹനൻ മഹാസുരഃ ഋഷാ നൃസിംഹം ഗദയാ ഉരുവേഗയാ. ഇനി ഭഗവാന്റെ ആ പ്രകാശത്തിന് മുന്നിൽ ഈ ഹിരണ്യകശിപുവിനെ കാണാതായി എന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ഒരത്ഭുതവുമില്ല. എന്തുകൊണ്ടെന്നാൽ യഹനു യാതൊരു ഭഗവാൻ പുരാ സൃഷ്ടികാലത്തിന് മുൻപ് തമഹ പ്രളയകാലത്തിലെ ഇരുട്ടിനെ തന്നെ സ്വതേജസ അപിപത് തൻ്റെ പ്രകാശത്താൽ കുടിച്ചു തീർത്തുവോ അങ്ങനെയുള്ള സത്വധാമനി ആ സത്വതേജോമയനായ ശ്രീഹരിയുടെ സാന്നിധ്യത്തിൽ ഈ അസുരനെ കാണാതായി തമോമയനായ അസുരന്റെ രൂപം കാണപ്പെടാതായത് തത് ഇത് ചിത്രം നഖലു ഒരത്ഭുതവും അല്ലല്ലോ. എന്നാൽ തതഃ അനന്തരം മഹാസുരഃ ബലിഷ്ഠനായ ആ അസുരൻ ഋഷാ ക്രോധത്തോടെ അഭിപദ്യ ഭഗവാന്റെ നേർക്കടുത്ത് ഉരുവേഗയാഗതയ ചുഴറ്റി വീശിയ ഗത കൊണ്ട് നൃസിംഹം ആ നരസിംഹമൂർത്തിയെ അഭ്യഹനത് ആഞ്ഞടിച്ചു. ഇങ്ങനെ തന്നെ ആഞ്ഞടിച്ച ആ ഹിരണ്യകശിപുവിനെ ഭഗവാൻ തന്റെ കൈക്കുള്ളിലാക്കി. പക്ഷേ അവിടെ നിന്ന് കുതറി മാറുകയാണ് ഹിരണ്യകശിപു. 26-ാമത്തെ ശ്ലോകം. തം വിക്രമന്തം സഗതം ഗദാധരഃ മഹാഉരഗം താക്ഷ്യസുതോ യഥാ അഗ്രഹീത് സഹ തസ്യ ഹസ്ത ഉത്കലിതഃ തദാ അസുരഃ വിക്രീഡതോ യദ്വത് അഹിഹി ഗരുത്മതഃ. ഗദാധരഃ ഗദാധരനായ ആ ഭഗവാൻ വിക്രമന്തം തിരിച്ചും മറിച്ചും തന്നെ പ്രഹരിക്കുന്ന തം ആ ഹിരണ്യകശിപുവിനെ അവന്റെ ഗദയോടുകൂടെ സഗതം എങ്ങനെ താർക്ഷ്യസുതഃ ഗരുഡൻ മഹാഉരകം പെരുത്ത സർപ്പത്തെ എങ്ങനെയാണോ പിടിച്ച് തന്നിൽ അങ്ങ് കുടുക്കി വെക്കുന്നത് യഥാ അഗ്രഹീത് എന്നതുപോലെ ഈ ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി തന്റെ കൈകൾക്കുള്ളിലാക്കി. എന്നാൽ തഥാ സഹ അസുരഃ അപ്പോൾ ആ അസുരൻ ഏതുപോലെയാണോ ഇങ്ങനെ ഗരുഡന്റെ ഉള്ളിൽ കുടുങ്ങിയ അഹിഹി സർപ്പം ഗരുത്മതഃ ഗരുഡന്റെ യദ്വത് അടുക്കൽ നിന്ന് വിക്രീഡതഃ വിനോദയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന തസ്യ അതായത് ഭഗവാന് ഇതൊരു വിനോദമാണ്. ഇങ്ങനെ വിനോദയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ആ നരസിംഹമൂർത്തിയുടെ തസ്യ ഹസ്ത ഉത്കലിതഃ ആ കൈക്കൂട്ടിൽ നിന്ന് അവൻ കുതറി പുറത്തു ചാടി. നരസിംഹമൂർത്തിയുടെ കൈകൾക്കുള്ളിൽ നിന്ന് കുതറി മാറിയ ഹിരണ്യകശിപു പിന്നീട് വാളും പരിചയും എടുത്ത് ഭഗവാനോട് പോരിടാൻ ഒരുങ്ങി. 27-ാമത്തെ ശ്ലോകം. അസാധു അമന്യന്ത ഹൃതൗകസഃ അമരാഃ ഘനച്ഛദാഃ ഭാരത സർവധിഷ്ണ്യപാഃ തം മന്യമാനഃ നിജവീര്യശങ്കിതം യത് ഹസ്തമുക്തഃ നൃഹരിം മഹാസുരഃ പുനഃ തം ആസജ്ജത ഖഡ്ഗചർമ്മണി പ്രഗൃഹ്യ വേഗേന ജിതശ്രമഃ മൃധേ. ഹേ ഭാരത യുധിഷ്ഠിര, ഹൃതൗകസഃ ഇങ്ങനെ അവനാൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിരുന്ന ഈ ഹിരണ്യകശിപുവിനാൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിരുന്ന ദേവന്മാരൊക്കെ ഇപ്പോൾ അവനെ വധിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവൻ കുതറി മാറി രക്ഷപ്പെട്ടത്. അപ്പോൾ അവർക്കാകെ നിരാശയായി. അതാണ് സർവധിഷ്ണ്യപാഹ സകല ദിക്പാലന്മാരും അമരാഹ മറ്റ് ദേവന്മാരും
ഘനച്ഛദാഹ, മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇത് ശരിയായില്ല, അസാധു അമന്യന്ത, അയ്യോ ഇത് ശരിയായില്ല, ഭഗവാൻ എന്താണ് അവനെ കൊല്ലാത്തത് എന്ന രീതിയിൽ അവർ ഇങ്ങനെ വിചാരിച്ച് നിൽപ്പായി. അതേസമയം മഹാസുരഹ, ഈ അസുരവീരനാകട്ടെ, യത് ഹസ്തമുക്ത, യാതൊരു ഭഗവാന്റെ കൈക്കൂട്ടിൽ നിന്നാണോ വിമുക്തനായത് ആ ഭഗവാൻ തളർന്നു എന്ന് വിചാരിക്കുകയാണ്. തം നൃഹരിം, ആ നൃസിംഹമൂർത്തിയെ നിജവീര്യശങ്കിതം, തന്റെ വീരകൃത്യം കണ്ടിട്ട് ഭഗവാൻ പേടിച്ചുപോയി എന്ന് മന്യമാനഹ, വിചാരിച്ചിട്ട് ജിതശ്രമഹ, അപ്പോഴേക്കും ഹിരണ്യകശിപു ഒന്ന് ഊർജ്ജസ്വലനായി തളർച്ചയൊക്കെ തീർത്തിട്ട് ഖഡ്ഗചർമ്മണി, വാളും പരിചയും പ്രഗൃഹ്യ, എടുത്ത് വേഗേന ശീഘ്രതയോടെ പുനഃ വീണ്ടും വൃഥേതം ആസജ്ജത, പോരിൽ ഭഗവാനോട് ആസജ്ജത ഏറ്റുമുട്ടി. എന്നാൽ ഈ സമയത്ത് ഭഗവാൻ ഒരു അട്ടഹാസം അങ്ങനെ അവിടെ നിന്ന് മുഴക്കുകയാണ്. ആ അട്ടഹാസം കേട്ടിട്ട് ഈ ഹിരണ്യകശിപുവിന്റെ കണ്ണടഞ്ഞു പോയ ആ നിമിഷം നോക്കി അവനെ പിടികൂടി. അതാണ് 28-ാമത്തെ ശ്ലോകം. തം ശേനവേഗം ശതചന്ദ്രവത്മഭിഃ ചരന്തം അച്ഛിദ്രം ഉപരി അധഃ ഹരിഃ കൃത്വാ അട്ടഹാസം ഖരം ഉത്സ്വന ഉൽബണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവഃ. ശതചന്ദ്രവത്മഭിഃ, വാളും പരിചയം കൊണ്ടുള്ള ആ അഭ്യാസമാർഗങ്ങളിലൂടെ ഉപരി മേലോട്ടുയർന്നു, അധഃ താഴോട്ട് വന്നു, ഇങ്ങനെ അച്ഛിദ്രം ഒരു പഴുതില്ലാതെ ചരന്തം കറങ്ങുന്നവനും ശേനവേഗം പരുന്തിന്റെ വേഗമുള്ളവനുമായ തം അവനെ ഹരിഹി നരസിംഹമൂർത്തി മഹാജവഃ അതിവേഗതയോടെ ഖരം പരുഷവും ഉത്സ്വന ഉൽബണം മുഴക്കം കൊണ്ട് ഭയാനകവുമായ അട്ടഹാസം ഒരു വലിയൊരു അട്ടഹാസത്തെ കൃത്വാ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ ആ നിമിഷം നിമീലിതാക്ഷം കണ്ണടഞ്ഞു പോയ ആ ഹിരണ്യകശിപുവിനെ ജഗ്രാഹ വീണ്ടും പിടികൂടി തന്റെ കൈകൾക്കുള്ളിലാക്കി. 29-ാമത്തെ ശ്ലോകത്തിൽ ഹിരണ്യകശിപുവിനെ ഭഗവാൻ തന്റെ നഖം കൊണ്ട് പിളർന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വക്സ്ഫുരന്തം ഗ്രഹണാതുരം ഹരിഹി വ്യാളഃ യഥാ ആഘും കുലിശ അക്ഷതത്വജം ദ്വാരി ഊരേ ആപാത്യ ദദാര ലീലയ നഖൈഹി യഥാ അഹിം ഗരുഡഃ മഹാവിഷം. വിശ്വക്സ്ഫുരന്തം, ഭഗവാന്റെ കൈകൾക്കുള്ളിലായപ്പോൾ 4 പുറത്തേക്കും കുതറിച്ചാടുവാൻ വെമ്പുന്നവനും, ഗ്രഹണാതുരം ഹരിഹി ഗ്രഹണാതുരം, ഭഗവാന്റെ പിടിയിൽ അമർന്നതിനാൽ പരവശനും ആയ, അതേസമയം ഈ ഹിരണ്യകശിപുവിനെ ഇന്ദ്രൻ തന്റെ വജ്രായുധത്താൽ മുറിവേൽപ്പിക്കാൻ നോക്കിയിട്ട് പോലും ഒരു പോറലും ഏറ്റിട്ടില്ല. അതാണ് കുലിശ അക്ഷതത്വജം. കുലിശം എന്നാൽ വജ്രായുധം. ഇന്ദ്രന്റെ വജ്രായുധത്താൽ പോലും അക്ഷതത്വജം, തൊലിയിൽ പോറലേൽക്കാത്ത ആ അസുരനെയാണ് യഥാ വ്യാളഃ, ഒരു പാമ്പ് ആഘും എലിയെ എന്നതുപോലെ ദ്വാരി സഭാഭവനത്തിന്റെ ഉമ്മറപ്പടിമേൽ ഊരേ തന്റെ തൃത്തുടയിൽ ആപാത്യ അങ്ങനെ അങ്ങ് മലർത്തിക്കിടത്തിയിട്ട് നഖൈഹി ഘോരങ്ങളായ ആ നഖങ്ങളാൽ മഹാവിഷം അതിവിഷമുള്ള അഹിം സർപ്പത്തെ ഗരുഡഃ യഥാ ഗരുഡൻ എന്നതുപോലെ ലീലയാദതാര ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങനെ അങ്ങ് പിളർന്ന് ചോര പുറത്തേക്ക് കുതിച്ചു ചാടുകയാണ്. അപ്പോൾ ഹിരണ്യകശിപുവിന് ബ്രഹ്മാവ് കൊടുത്ത വരം അകത്തും പുറത്തുമല്ലാതെ എന്നെ അകത്തു വെച്ചും വധിക്കരുത്, പുറത്തു വെച്ചും വധിക്കരുത്, അങ്ങനെ ഉമ്മറപ്പടിയിൽ ആകാശത്തിലും ഭൂമിയിലുമല്ലാതെ തുടയിൽ കിടത്തി. ഇനി ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ കരുതപ്പെടാവുന്ന നഖങ്ങളാൽ ഒരായുധം കൊണ്ടും എന്നെ കൊല്ലരുത് എന്നാണ്. അതുകൊണ്ട് തന്റെ നഖത്താൽ ആ നെഞ്ച് കീറി പിളർന്നു. പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാനേരത്താണ് ഇതുണ്ടായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
ഇനി 2 ശ്ലോകം കൊണ്ട് ഹിരണ്യകശിപുവിന്റെ ഭൃത്യന്മാരെയും കൊന്നതായിട്ട് പറയുന്നു. 30, 31. സംരംഭ ദുഷ്പ്രേക്ഷ്യ കരാളലോചനോ വ്യാത്ത ആനനാന്തം വിലിഹൻ സ്വജിഹ്വയാ അസൃഗ്ലവാക്താരുണ കേസരാനനോ യഥാന്ത്രമാലി ദ്വിപഹത്യയാ ഹരിഹി. 31. നഖ അങ്കുര ഉത്പാടിത ഹൃത് സരോരുഹം വിസൃജ്യ തസ്യ അനുചരാൻ ഉദായുധാൻ അഹൻ സമന്താൻ നഖശസ്ത്രപാർഷ്ണിഭിഃ ദോർദണ്ഡയൂഥഭഃ അനുപധാൻ സഹസ്രശഃ. സംരംഭം കോപാവേശത്താൽ ദുഷ്പ്രേക്ഷ്യം നോക്കുവാൻ അരുതാത്ത വിധം കരാളലോചനഃ രൗദ്രഭാവം കലർന്ന നേത്രങ്ങളോടുകൂടിയ നരസിംഹമൂർത്തി തൻ്റെ വ്യാത്ത ആനനം പിളർന്ന വായുടെ അന്തം രണ്ടറ്റത്തേക്കും തൻ്റെ സ്വജിഹ്വയ നാവുകൊണ്ടിങ്ങനെ നക്കിത്തുടക്കുകയാണ്. നാവുകൊണ്ട് വിലിഹൻ നക്കിത്തുടച്ച് ഒരു ഹരിഹി സിംഹം ഏതുപോലെയാണോ ഗജഹത്യയ ആനയെ കൊന്ന ആവേശത്താൽ ഇങ്ങനെ ആ വിജൃംഭനായിട്ട് നിൽക്കുന്നത് അതുപോലെ കാണപ്പെട്ടു. അതേസമയം ഭഗവാൻ ഇങ്ങനെ ചോരത്തുള്ളികൾ എടുത്തു കുടിച്ചതിനാൽ അസൃക് ലവാക്താരുണ കേസരാനനഃ ചോരത്തുള്ളികൾ കൊണ്ട് നനഞ്ഞു ചെമ്പിച്ച കണ്ഠരോമങ്ങളോടും മുഖത്തോടും കൂടിയവനായി ആന്ത്രമാലി അവന്റെ കുടൽമാല അണിഞ്ഞുകൊണ്ട് നഖ അങ്കുര ഉത്പാടിതം നഖങ്ങളുടെ നാമ്പുകൾ കൊണ്ട് കീറിപ്പിളർന്ന അവന്റെ ഹൃത് സരോരുഹം അവന്റെ ഹൃദയ കമലത്തെയും എടുത്തു കളഞ്ഞു എന്നാണ്. അതുപോലെ അങ്ങ് കീറിയെടുത്ത അവനെ വിസൃജ്യ അവനെ കൊന്നു കഴിഞ്ഞു. ഇനി അവനെ വിട്ടുകളഞ്ഞു. അപ്പോഴേക്കും തന്നെ വധിക്കാനായിട്ട് തനിക്ക് ചുറ്റും സമന്താത് ഓടിക്കൂടിയ സഹസ്രശഃ ആയിരക്കണക്കിന് ഉദായുധാൻ ആയുധധാരികളായി വന്ന തസ്യ അനുചരാൻ അവന്റെ ഭൃത്യന്മാരെയും അനുപധാൻ അനുയായികളെയും. ഇവിടെ ഭഗവാന്റെ സഹായികൾ എന്ന് പറയുന്നത് ഭഗവാന്റെ നഖങ്ങൾ തന്നെയാണ്. അങ്ങനെ ദോർദണ്ഡയൂഥ ദണ്ഡങ്ങൾ പോലെ ബലിഷ്ഠങ്ങളായ അസംഖ്യം ഭുജങ്ങളുള്ള നൃസിംഹ ഭഗവാൻ. അപ്പോൾ ഒന്നല്ല 1000 കൈകളും ഭഗവാന് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ കൈകളിലെ എല്ലാം നഖങ്ങൾ ഭഗവാന്റെ പാർഷ്ണികളായി മാറി, സഹായികളായി മാറി. ഇങ്ങനെ നഖശസ്ത്ര പാർഷ്ണിഭിഹി നഖായുധങ്ങളാകുന്ന സഹായികളെ കൊണ്ട് ആ ഹിരണ്യകശിപുവിന്റെ എല്ലാ ഭൃത്യന്മാരെയും അഹൻ കൊന്നൊടുക്കി. ഇങ്ങനെയുള്ള ഭഗവാന്റെ പരാക്രമത്താൽ പ്രകൃതിയിൽ വന്ന മാറ്റം എന്തായിരുന്നു എന്ന് പറയുന്നു. 32-ാമത്തെ ശ്ലോകം. സടാവധൂതാഹ ജലദാഹ പരാപതൻ ഗ്രഹാഹ ച തദ്ദൃഷ്ടി വിമുഷ്ടരോചിഷഃ അംഭോദയഃ ശ്വാസഹതാഹ വിചുക്ഷുഭുഃ നിർഹ്രാദഭീത ദിക് ഇഭാഹ വിചുക്രുഷുഃ. ജലദാഹ മേഘങ്ങളൊക്കെ ആ ഭഗവാന്റെ സടാവധൂതാഹ ജടകൾ തട്ടി ഉലയ്ക്കപ്പെട്ടു. അപ്പോൾ അത്രയും ആകാരത്തോടു കൂടിയാണ് ഭഗവാൻ നിൽക്കുന്നത്. അങ്ങനെ പരാപതൻ ചിന്നിച്ചിതറി, മേഘങ്ങളൊക്കെ ചിന്നിച്ചിതറി. ഇനി ഭഗവാൻ ഗ്രഹങ്ങളെ നോക്കിയപ്പോൾ ഭഗവാന്റെ കണ്ണിലെ പ്രകാശം കൊണ്ട് ഗ്രഹങ്ങളുടെ പ്രകാശം മങ്ങി. ഗ്രഹാഹ ഗ്രഹങ്ങളാകട്ടെ തദ്ദൃഷ്ടി വിമുഷ്ട രോചിഷഃ ആ ഭഗവാന്റെ നേത്രജ്വാലയാൽ അപഹരിക്കപ്പെട്ട പ്രകാശത്തോടു കൂടിയവയായി. അതായത് ഗ്രഹങ്ങളുടെ പ്രകാശം മങ്ങി. അംഭോദയഃ സമുദ്രങ്ങൾ ശ്വാസഹതാഹ നിശ്വാസവായുവിന്റെ അടിയേറ്റ് വിചിക്ഷുഭുഹു ഇളകിമറിഞ്ഞു. അതായത് ഭഗവാന്റെ നിശ്വാസവായു ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അങ്ങനെ ഈ സമുദ്രങ്ങളൊക്കെ ഇളകിമറിഞ്ഞു. ഭഗവാന്റെ ഗർജനം കേട്ടിട്ട് ദിക് ഇഭാഹ ഇഭം എന്നാൽ ഗജങ്ങൾ, അഷ്ടദിക്കുകളിലെയും ഗജങ്ങൾ നിർഹ്രാദഭീതാഹ ഭഗവാന്റെ ആ ഭീകരമായ ഗർജനം കേട്ട് ഭയന്ന് അവർ വിചുക്രുഷുഹു നിലവിളി കൂട്ടി. അങ്ങനെ 8 ദിക്കുകളിലെയും ഗജങ്ങളൊക്കെ നിലവിളിക്കുകയാണ്, ചിഹ്നം വിളിക്കുകയാണ്. അങ്ങനെ പ്രകൃതി തന്നെ ആകെ ഇളകി മറിഞ്ഞു എന്ന് പറയുന്നു. 33-ാമത്തെ ശ്ലോകം. ദ്യൗഹു തത് സഡോച്ഛിത്ത വിമാനസങ്കുല പ്രോത്സർപ്പദക്ഷ്മാച്ച പദ അതിപീഡിത
ശൈലാഹ സമുത്പേതുഃ അമുഷ്യ രംഭസ തത്തേജസാഖം കകുഭോ നരേജിരേ. ദ്യൗഹു ദേവലോകം തത് സട ഉത്ക്ഷിപ്തം ആ നൃസിംഹമൂർത്തിയുടെ ജടകളാൽ പൊക്കിയെറിയപ്പെട്ട വിമാനസങ്കുല വിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞ്. അപ്പോൾ ആ സമയത്തും വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ്. അപ്പോൾ നൃസിംഹമൂർത്തിയുടെ ജടകളാൽ ഈ വിമാനങ്ങളൊക്കെ പൊക്കിയെടുത്തെറിയുകയാണ്. അങ്ങനെ ഈ ദേവലോകം പ്രോത്സർപ്പത ഈ വിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് സ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ചു. ക്ഷ്മാച്ച് ഭൂമിയും പദാ കാൽ ചവിട്ടുകൊണ്ട് അതിപീഡിത അത്യധികം പ്രകമ്പിതയായി. അമുഷ്യരംഭസ ആ ഭഗവാന്റെ വേഗത്താൽ ശൈലാഹ സമുത്പേതുഹു മലകൾ കീഴ്മേൽ മറിഞ്ഞു. തത്തേജസ അവിടുത്തെ തേജസ്സുകൊണ്ട് ഖം അന്തരീക്ഷവും കകുഭഹ ദിക്കുകളും നരേജിരേ പ്രകാശിക്കാതായി. എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ തേജസ്സുകൊണ്ട് അന്തരീക്ഷത്തിന്റെ തേജസ്സൊക്കെ മങ്ങിപ്പോയി. അങ്ങനെ ആ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിന്റെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് 34-ാമത്തെ ശ്ലോകം. തതഃ സഭായാം ഉപവിഷ്ടം ഉത്തമേ കൃപാസനെ സംഭൃത തേജസം വിഭും അലക്ഷിത ദ്വൈരഥം അത്യമർഷണം പ്രചണ്ഡവക്ത്രം ന ബഭാജ കശ്ചന. തതഃ അസുരവധാനന്തരം സഭായാം ആ സഭാഭവനത്തിലെ ഉത്തമേ നൃപാസനെ സമുന്നതമായ രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനായും സംഭൃത തേജസം തേജോനിർഭരനായും അലക്ഷിത ദ്വൈരഥം എതിരാളിയായിട്ട് ഒരുത്തനെപ്പോലും കണ്ടുകിട്ടാതെ അത്യമർഷണം വർദ്ധിച്ച അമർഷത്തോടുകൂടിയവനായും പ്രചണ്ഡവക്ത്രം ഉഗ്രമായ മുഖ ആകൃതിയോടുകൂടിയവനായും നിലകൊണ്ട വിഭും ആ മഹാപ്രഭുവിനെ കശ്ചന നബഭാജ ആരും തന്നെ അരികച്ചെന്ന് സേവിച്ചില്ല. അതുപോലെ ഭീഷണമായ ഒരു അവസ്ഥയിലായിരുന്നു നരസിംഹമൂർത്തി. ഇനി ആരെയാണ് ഞാൻ കൊല്ലേണ്ടത് എന്ന ഭാവത്തിൽ ആ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. ആ വായിൽ നിന്നൊക്കെ ചോരയൊഴുകുന്ന ആ ഭാവത്തെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. 35-ാമത്തെ ശ്ലോകം. നിശമ്യ ലോകത്രയമസ്തകജ്വരം തം ആദിദൈത്യം ഹരിണാ ഹതം മൃധേ പ്രഹർഷവേഗ ഉത്കലിതാനനാമുഹുഃ പ്രസൂനവർഷൈഃ വവൃഷുഃ സുരസ്ത്രിയഃ. ലോകത്രയമസ്തകജ്വരം. മസ്തകജ്വരം എന്ന തലവേദന. 3 ലോകത്തിനും തലവേദനയായിരുന്ന തം ആദിദൈത്യം ആ ആദിമനായ അസുരനെ ഹരിണാമൃധേ ഹരിയാൽ യുദ്ധത്തിൽ ഹതം വധിക്കപ്പെട്ടവനായി എന്ന് നിശമ്യ കേട്ടിട്ട് പ്രഹർഷവേഗ ഉത്കലിതാനനാഹ ആനന്ദാതിരേകത്താൽ വികസിച്ച വദനങ്ങളോടുകൂടിയവരായി ഭവിച്ച സുരസ്ത്രീയഃ ആ ദേവസ്ത്രീകൾ പ്രസൂനവർഷൈഹി പുഷ്പവർഷങ്ങളെ കൊണ്ട് മുഹുഹു വവൃഷുഹു മേൽക്കുമേൽ ആ നരസിംഹമൂർത്തിയുടെ ശിരസിന് മുകളിൽ പുഷ്പവർഷം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. 36-ാമത്തെ ശ്ലോകം. തഥാ വിമാനാവലിഭിഃ നഭസ്ഥലം ദിദൃക്ഷതാം സങ്കുലമാസനാക്കിനാം സുരാനകാഃ ദുന്ദുഭയോഃ അഥ ജഘ്നിരേ ഗന്ധർവമുഖ്യാഃ നനൃതുഃ ജഗുഃ സ്ത്രിയഃ. തഥാ ആ സമയത്ത് ദിദൃക്ഷതാം ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന നാക്കിനാം ദേവന്മാരുടെ വിമാന ആവലിഭിഃ വിമാനനിരകളാൽ നഭസ്ഥലം ആ ആകാശദേശം സങ്കുലം ആസ നിറഞ്ഞു കവിഞ്ഞു. സുര ആനകാഹ ദേവന്മാരുടെ ആനകവാദ്യങ്ങളും ദുന്ദുഭയഃ ദുന്ദുഭിവാദ്യങ്ങളും ജഘ്നിരേ മുഴക്കപ്പെട്ടു. ഗന്ധർവമുഖ്യാഹ ഗന്ധർവ പ്രമുഖന്മാർ ജഗുഹു പാട്ടുപാടി. സ്ത്രീയഃ നനൃതുഹു അപ്സര സ്ത്രീകൾ ആട്ടമാടി. ദേവലോകം മുഴുവൻ ആഹ്ലാദാരവങ്ങളിൽ ഏർപ്പെട്ടു. 37-ാമത്തെ ശ്ലോകം. തത്ര ഉപവ്രജ്യ വിബുധാഃ ബ്രഹ്മ ഇന്ദ്ര ഗിരിശാദയഃ ഋഷയഃ പിതരഃ സിദ്ധാഃ
വിദ്യാധര മഹോരഗാഹ. 38 മനവഃ പ്രജാനാം പതയഃ ഗന്ധർവ അപ്സര ചാരണാഃ യക്ഷാഃ കിംപുരുഷാഃ താത വേതാളാഃ സിദ്ധ കിന്നരാഃ. 39 തേ വിഷ്ണുപാർഷദാഃ സർവേ സുനന്ദ കുമുദാദയഃ മൂർധ്നി ബദ്ധാഞ്ജലിപുടാ ആസീനം തീവ്രതേജസം ഈഡിരേ നരശാർദൂലം ന അതിദൂരചരാഃ പൃഥക്. ഹേ താത. ഇവിടെ യുധിഷ്ഠിരനോട് നാരദ മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുധിഷ്ഠിര ബ്രഹ്മ ഇന്ദ്ര ഗിരിശാദയഃ. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ശിവൻ മുതലായ വിബുധാഹ ദേവന്മാരും ഋഷയഃ പിതരഃ സിദ്ധാഹ ഋഷിമാരും പിതൃക്കളും സിദ്ധദേവന്മാരും വിദ്യാധര മഹാ ഉരഗാഹ വിദ്യാധരന്മാർ, നാഗന്മാർ എന്നിവരും മനവഃ മനുക്കൾ, പ്രജാനാം പതയഃ പ്രജാപതിമാർ, ഗന്ധർവ അപ്സര ചാരണാഹ ഗന്ധർവന്മാർ, അപ്സരസുകൾ, ചാരണന്മാർ, യക്ഷാഹ കിംപുരുഷാഹ യക്ഷന്മാർ, കിംപുരുഷന്മാർ, വേതാളാഹ സിദ്ധ കിന്നരാഹ സുനന്ദ കുമുദാദയഃ സുനന്ദൻ, കുമുദൻ എന്ന് തുടങ്ങിയ തേ സർവേ എല്ലാ വിഷ്ണുപാർഷദാഹ വിഷ്ണുപാർഷദന്മാരും മൂർധ്നി അവരുടെ ശിരസിൽ ബദ്ധാഞ്ജലിപുടാഹ ഊപ്പുകൈയർപ്പിച്ചുകൊണ്ട് തീവ്ര തേജസം ഉഗ്രതേജസ്വിയായി ആസീനം ആസനസ്ഥനായിരിക്കുന്ന നരശാർദൂലം ആ പുരുഷോത്തമനെ ന അതിദൂരചരാഹ അധികം അകലെയല്ലാതെ നടന്നുകൊണ്ട് പൃഥക് ഈഡിരേ ഒറ്റക്കൊറ്റയ്ക്ക് സ്തുതിച്ചു. ഭഗവാന്റെ തൊട്ടടുത്ത് വരുന്നില്ല, എന്നാൽ അത്ര ദൂരെയുമല്ല. ആ രീതിയിൽ നിന്നുകൊണ്ട് ഇവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ